ഈ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിന് ഒരു പൈസ പോലും ചിലവായിട്ടില്ല. ഈ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജിൻ്റെ ഭൂമിയെടുപ്പിന് സ്റ്റേറ്റ് ലെവൽ എംപവർ കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ 15 കോടി അലോട്ട് ചെയ്തു. ആദ്യമായി അത് 12.5 കോടി ചിലവഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുന്നോട്ട് വന്ന ഒരാളുടെയും പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ 25 പേര് ഇവിടെ ഡയറക്ടർമാരല്ല. ഇതൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയുന്നതാണ്. ഈ ഹരിപ്പാടൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിച്ചത് ഇപ്പോൾ ഒരു വലിയ അപരാധമായി മാറിയിരിക്കുന്നു. ഹരിപ്പാട് ജനങ്ങൾ മറുപടി പറഞ്ഞോളൂ. അപ്പോൾ ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്. ഇത് വസ്തുതകൾ പരിശോധിക്കാതെയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി 800 ഏക്കർ സ്ഥലം നികത്തി ഇത് റിയൽ എസ്റ്റേറ്റ് ആക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ആകെ 25 ഏക്കർ മാത്രം ഏറ്റെടുക്കുന്ന, അതിൽ പകുതി മാത്രം ഏറ്റെടുത്തിട്ടുള്ള, സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പൈസ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഈ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ എന്നെ അനാവശ്യമായി എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ദൗർഭാഗ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഹരിപ്പാട്ടെ ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതിനുവേണ്ടി ഇത്തരമൊരു വിവാദം ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. ദയവായി വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തീരുമാനിക്കട്ടെ. ഫയലുകൾ മുഴുവൻ പരിശോധിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട്. പിണറായി വിജയൻ ഏത് തീരുമാനമെടുത്താലും സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ തീരുമാനം എടുക്കട്ടെ.